ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിലെ ധീരവനിത ദ്രൗപദി ജനിക്കാനുള്ള കാരണത്തിന് പിന്നിലുള്ള ഒരു കഥയുണ്ട്. ആ കഥയിലൂടെ നമുക്ക് കുറച്ചു നേരം സഞ്ചരിക്കാം. പാഞ്ചാല രാജാവ് തീരുമാനിക്കുകയാണ് തൻ്റെ മകനായ ദ്രുപദനെ ആശ്രമത്തിലയച്ച് ഗുരുകുല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. ആയോധന പരിശീലനത്തിനായി ഭരദ്വാജ ആശ്രമത്തിലേക്ക് ദ്രുപദൻ പോവുകയാണ്. ഭരദ്വാജന്റെ പുത്രനാണ് ദ്രോണർ. അങ്ങനെ ദ്രുപദനും ദ്രോണരും ഉറ്റമിത്രങ്ങളായി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയാണ്. ദ്രോണരാണെങ്കിൽ വളരെ ദാരിദ്ര്യാവസ്ഥയിലാണ്. അപ്പൊ ദ്രുപദൻ പറയുകയാണ്, ഇനി പാഞ്ചാല രാജ്യത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ രാജാവാകുമെന്നും അതിനുശേഷം ഒരു രാജ്യത്തിന്റെ പാതി തന്നെ നിനക്കുള്ളതാണ് എന്നും നീ സങ്കല്പിച്ചോളൂ. നിന്റെ ദാരിദ്ര്യമെല്ലാം അതോടെ തീരും. നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്നിങ്ങനെ വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പാഞ്ചാല രാജ്യത്തേക്ക് ദ്രുപദനും തിരിച്ചു മടങ്ങി. ദ്രോണർ കൃപാചാര്യർ, ഹസ്തിനപുരിയിലെ ഗുരുവായിരുന്ന കൃപാചാര്യരുടെ സഹോദരി കൃപിയെ വിവാഹം ചെയ്യുകയും അവർക്ക് ഒരു ആൺമകൻ ഉണ്ടാവുകയും അവന്റെ പേരാണ് അശ്വത്ഥമാവ്. അപ്പോഴും ദ്രോണരുടെ സ്ഥിതി ദാരിദ്ര്യം തന്നെയായിരുന്നു. ഒരു ദിവസം കൂട്ടുകാർ പാല് കുടിക്കുന്നത് കണ്ട് അശ്വത്ഥമാവിന് അവനും പാല് വേണമെന്ന് ആഗ്രഹമായി. പക്ഷെ അത് വാങ്ങിക്കാനുള്ള ശേഷി അന്ന് ദ്രോണർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ കൂട്ടുകാർ തന്നെ കളിയാക്കിക്കൊണ്ട് അരിപ്പൊടിയിൽ വെള്ളം കലർത്തി പാലിന്റെ നിറം കൊടുത്തുകൊണ്ട് അവനെ കുടിപ്പിക്കുകയാണ്. അവൻ സന്തോഷത്തോടെ, ഇതാണ് പാൽ, അവൻ അതിനു മുമ്പ് രുചിച്ചിട്ടില്ല, അപ്പൊ ഇതാണ് പാലെന്ന് കരുതി അവൻ സന്തോഷത്തോടെ പാൽ കുടിച്ചു. എനിക്കും നല്ല ആരോഗ്യമുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാർ കളിയാക്കി പറയുകയാണ്, ഇത് അരിപ്പൊടിയാണ്, പാലല്ല എന്നുള്ളത്. വിദ്യ ഉണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി ദേവി വരുന്നില്ല, അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നെല്ലാം കളിയാക്കിക്കൊണ്ട് കൂട്ടുകാർ പറഞ്ഞു. വളരെ വിഷമത്തോടെ അശ്വത്ഥമാവ് അച്ഛൻ്റെ അടുത്തെത്തി അച്ഛനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ദ്രോണർക്കും വിഷമമായി. തൻ്റെ ദാരിദ്ര്യാവസ്ഥ എങ്ങനെയെങ്കിലും മാറണം, ഇതിൽ നിന്ന് മുക്തിയായെങ്കിലേ തൻ്റെ മകന് സന്തോഷമുണ്ടാവുള്ളൂ എന്ന് കരുതി ദ്രോണർക്ക് ഓർമ്മ വരികയാണ്, തൻ്റെ ഒരു സുഹൃത്തുണ്ട്, പാഞ്ചാല രാജ്യത്തെ രാജാവാണ് അദ്ദേഹം ഇപ്പോൾ, അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ തൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ദ്രോണർ കൃപിയോടും അശ്വത്ഥമാവിനോടൊപ്പം പാഞ്ചാല രാജ്യത്ത് എത്തുകയാണ്. അപ്പോഴേക്കും ദ്രുപദൻ അയൽ രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി നല്ല ശക്തിയുള്ളവനായി ഒരു രാജാവായി തന്നെ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഐശ്വര്യവും സൗഭാഗ്യവും പണവും എല്ലാം കൂടുതലാവുമ്പോഴുണ്ടാവുന്ന അഹങ്കാരവും ദ്രുപദനുണ്ടായിരുന്നു. അപ്പൊ ദ്രോണർ വന്നപ്പോൾ ദ്രുപദന് ഇഷ്ടമായില്ല. സുഹൃത്താണ് എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമായില്ല. ദ്രുപദൻ പറയുകയാണ്, പാമരനും പണ്ഡിതനും സമമാണോ? ഇപ്പോൾ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് സമക്കാർ തമ്മിലല്ലേ? രാജാവും യാചകനും സുഹൃത്താകുമോ? വിദ്യയുള്ളവനും വിദ്യയില്ലാത്തവനും, അങ്ങനെ കുറെ ഉദാഹരണങ്ങളിലൂടെ ദ്രോണരെ വല്ലാതെ വിഷമിപ്പിച്ച് കൊണ്ടുള്ള സംസാരമായിരുന്നു ദ്രുപദന്റേത്. ദ്രുപദന് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല ആ സമയത്ത് ദ്രോണരുമായിട്ടുള്ള സൗഹൃദം. കുട്ടിക്കാലത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ബാലിശ്യമാണ്, ആ ബാല്യകാലത്തുണ്ടായതാണ് എന്ന് വിസ്മരിച്ചോളൂ എന്നെല്ലാം പറയും. ഇത്ര ദൂരം വന്നതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളാൻ പറയുകയാണ്. അപ്പൊ വളരെ വിഷമത്തോടെ ദ്രോണർ അവിടുന്ന് തിരിച്ചു വരികയും ഇതിനൊരു പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദ്രോണർ തിരിച്ചു വന്നതിന് ശേഷം കൃപാചാര്യർ ഉണ്ടല്ലോ, കൃപിയുടെ സഹോദരനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്തിനാപുരിയില് ഒരു
ആചാര്യനെ, ശ്രേഷ്ഠനായ ഒരു ആചാര്യന്റെ ആവശ്യമുണ്ടെന്ന് ഭീഷ്മ പിതാമഹൻ പറഞ്ഞതുമൂലം കൃപാചാര്യർ ദ്രോണരെ അറിയിക്കുകയാണ്. അങ്ങനെ ദ്രോണർ ഹസ്തിനപുരിയിലെത്തുകയും അദ്ദേഹത്തിന്റെ സാമർത്ഥ്യത്തിൽ, ശസ്ത്രവിദ്യാ സാമർത്ഥ്യത്തിൽ ഭീഷ്മർക്ക് അതീവ തൃപ്തി ഉണ്ടാവുകയും അങ്ങനെ പാണ്ഡവരെയും കൗരവരെയും പഠിപ്പിക്കാനുള്ള ഗുരുവായിട്ട്, ഹസ്തിനപുരിയിലെ തന്നെ ഗുരുവായിട്ട് ദ്രോണരെ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ധാരാളം ശാസ്ത്രവിദ്യകൾ, പുതിയ തരത്തിലുള്ള അഭ്യാസ രീതികളെല്ലാം മികവ് പുലർത്തിയ ഒരാളായിരുന്നു ദ്രോണർ. അങ്ങനെ എല്ലാം തന്നെ കൗരവർക്കും പാണ്ഡവർക്കും വളരെ ഭംഗിയായി തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ദ്രോണരിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഗുരുദക്ഷിണയായിട്ട് ദ്രോണർ ആവശ്യപ്പെട്ടത് ദ്രുപദനെ കെട്ടിയിട്ട് തന്റെ കാൽക്കൽ കൊണ്ടുവിടണമെന്നായിരുന്നു. ദുര്യോധനൻ ആദ്യം ചാടി പുറപ്പെട്ടെങ്കിലും ദ്രുപദന്റെ മുന്നിൽ പരാജയപ്പെട്ട് മടങ്ങി വരേണ്ടി വന്നു. അർജുനനും കൂട്ടരും പോയി, പാണ്ഡവർ പോയി. അർജുനന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു പോരാട്ടം. അനായാസേന അർജുനന് ദ്രുപദനെ കീഴടക്കാൻ കഴിഞ്ഞു. കൈയും കാലും എല്ലാം കെട്ടിയിട്ടുകൊണ്ട് തന്റെ ഗുരുവിന്റെ മുന്നിലേക്ക്, ദ്രോണരുടെ മുന്നിലേക്ക് ദ്രുപദനെ ഇട്ടുകൊടുത്തു. ദ്രോണർക്കും വളരെ സന്തോഷമായി. ദ്രുപദന് ഇതിൽ പരം നാണക്കേടുണ്ടായിരുന്നില്ല, ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് യാചിച്ചു. അപ്പോൾ ദ്രോണർ പാതി രാജ്യം, ദക്ഷിണ പാഞ്ചാലം തനിക്കുള്ളതാണെന്നും എഴുതി വാങ്ങിച്ച് ദ്രുപദനെ വെറുതെ വിടുകയായിരുന്നു. ദ്രുപദൻ ക്ഷമ യാചിച്ച് പോയെങ്കിലും മനസ്സ് മുഴുവൻ ആവേദനയായിരുന്നു. പിന്നെ വീണ്ടും പ്രതികാരം തുടങ്ങി. എങ്ങനെയെങ്കിലും ദ്രോണരെ വകവരുത്തുക എന്നുള്ള ഒരു പ്രതികാരത്തിലായിരുന്നു പിന്നീടുള്ള ദ്രുപദന്റെ ജീവിതം. അർജുനന്റെ സാഹസികത കണ്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ അർജുനനെ ഒരു മരുമകനായിട്ട് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പുത്രിയെയും, ദ്രോണരെ വധിക്കാൻ വേണ്ടി ഒരു പുത്രനും വേണമെന്നുള്ള ദൃഢമായ ആഗ്രഹത്തില് ഒരു യജ്ഞം തുടങ്ങാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി പരക്കം പായുകയാണ്, നല്ല ഗുരുക്കന്മാരെ എവിടെ കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ യാജൻ, ഉഭയാജൻ തുടങ്ങിയ യാജന്റെ സഹോദരനാണ് ഉഭയാജൻ. അങ്ങനെ പ്രഗത്ഭരായ ആ 2 ഗുരുക്കന്മാരുടെ അടുത്തെത്തുകയും അവരോട് തനിക്ക് വേണ്ടി ഒരു യജ്ഞം ചെയ്തു തരാൻ ആവശ്യപ്പെടുകയും തൻ്റെ ആഗ്രഹം എന്താണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അത് പ്രകാരം ആ യജ്ഞം തുടങ്ങി. അഗ്നിയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു യജ്ഞമായിരുന്നു അത്. 6 മാസമായിരുന്നു ആ യജ്ഞത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് നിർവഹിക്കാനും ദ്രുപദന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആ യജ്ഞ അവസാനത്ത് അഗ്നിദേവൻ പ്രീതിപ്പെട്ടുകൊണ്ട് ദ്രുപദന്റെ ആഗ്രഹപ്രകാരം 2 കുട്ടികൾ അതിൽ ജനിച്ചു വരികയാണ്. അതിലൊരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. ആൺകുട്ടിയാണ് ദൃഷ്ടദ്യുമ്നനും, പെൺകുട്ടി ദ്രൗപദിയുമാണ്. ദ്രുപദന്റെ മകൾ എന്നതിൽ ദ്രൗപദി എന്നും പാഞ്ചാലത്തെ രാജകുമാരി എന്നതിൽ പാഞ്ചാലി എന്നും, കറുത്ത നിറമായിരുന്നു. കറുപ്പ് എന്നതിന് സംസ്കൃതത്തിൽ കറുപ്പിനെ പറയുന്നത് കൃഷ്ണ എന്നാണ്. അപ്പൊ കൃഷ്ണ നിറമായിരുന്നു ദ്രൗപദിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൃഷ്ണ എന്നും, കൃഷ്ണ ഭക്തയുമായിരുന്നു. അപ്പൊ 2 വിധത്തിലും ആ പേര് ദ്രൗപദിക്ക് യോജിച്ചത് തന്നെയാണ്. യജ്ഞത്തിൽ നിന്നുമാണല്ലോ വന്നത്. അതുകൊണ്ട് യജ്ഞസേനി എന്നും ദ്രൗപദി അറിയപ്പെട്ടു. ഇങ്ങനെയാണ് ദ്രൗപദിയുടെ ജനന രഹസ്യം എന്ന് പറയുന്നത്. നാം ഇനി ജ്യോതിഷത്തിലേക്ക് പോവുകയാണ്. ചന്ദ്രകർമ്മയിലൂടെ ആണ് നമ്മുടെ സഞ്ചാരം. ചന്ദ്രകർമ്മയിലെ നക്ഷത്രങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ, അതിലാണ് ജന്മനക്ഷത്രമായിട്ട് വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചന്ദ്രന്റെ സ്വന്തം നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി, തിരുവോണം, അത്തവും. ചന്ദ്രന്റെ രാശി എന്ന് പറയുന്നത് കർക്കടക രാശിയുമാണ്. അപ്പൊ കർക്കടക രാശി, കർക്കടക ലഗ്നം, ഈ 3 ചന്ദ്രന്റെ സ്വന്തം നക്ഷത്രങ്ങൾ. ഇതുമായിട്ടായിരിക്കും ഈ ചന്ദ്രകർമ്മയിൽ ജനിച്ചവർക്ക് പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഉണ്ടാവുന്നത് എന്നതാണ്. അവരുടെ ജീവിതത്തെ ഉയർത്തി പിടിക്കാനും അവരെ താഴ്ത്തി നിലംപരിശാക്കാനും
ഇത്തരക്കാരായിരിക്കും ഇവർക്ക് ചുറ്റിലുമുള്ളത്. അപ്പൊ നാം ദ്രൗപദിയുടെ കഥ പറയുകയാണെങ്കിൽ, ദ്രൗപദിയും ചിങ്ങം രാശിയിലാണ്. മകം നക്ഷത്രവുമായി ദ്രൗപദിക്കും ബന്ധമുണ്ട്. അപ്പൊ മക നക്ഷത്രമായതുകൊണ്ട് ചന്ദ്രകർമ്മ ദ്രൗപദിയുടെ ജീവിതത്തിലെയും ബാധിക്കുമെന്നുള്ളതാണ്. അതിന് നമുക്ക് മഹാഭാരതത്തിലെ കഥകൾ ഒന്ന് ഓർമ്മയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ്രൗപദി സ്വയംവരത്തിലൂടെ അർജുനനെ വിവാഹം ചെയ്യുകയാണ്. 5 പേരും കൂടെ അമ്മയുടെ അടുത്തേക്ക്, ഇപ്പൊ വനത്തിലായിരുന്നു അവരുടെ താമസം, അപ്പൊ അമ്മയുടെ അടുത്തേക്ക് പോയി വീടിന് മുന്നിലെത്തിയപ്പോൾ അവരെന്താണ് പറയുന്നത്? അമ്മ, നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പക്ഷെ സമ്മാനം ഏതോ ഒരു പ്രകൃതിയിൽ നിന്നും ലഭിച്ച എന്തോ ആണ് എന്ന് കരുതി അത് 5 പേരും കൂടെ പങ്കിട്ടോളൂ എന്ന് പാവം കുന്തിദേവി ഉള്ളിൽ നിന്ന് പറയുകയാണ്. വെളിയിൽ വന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഒരു മരുമകളെയാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്. കുന്തിക്ക് വളരെ വിഷമം തോന്നും, പറഞ്ഞു പോയല്ലോ. അപ്പോൾ അവിടെയാണ് ചന്ദ്രകർമ്മയുടെ ആദ്യത്തെ പ്രവർത്തനം തുടങ്ങുന്നത്. ചന്ദ്രകർമ്മയിലായതുകൊണ്ട് ദ്രൗപദിക്ക് അമ്മായിയമ്മ ഒരു വില്ലത്തിയായി തന്നെ മാറുകയാണ്. നല്ല സ്വഭാവ ഗുണമുള്ള ഒരു അമ്മയായിട്ടും അവർ അറിയാതെ പറഞ്ഞതിന്റെ ഭവിഷ്യത്ത് ദ്രൗപദിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അക്ഷയപാത്രം ലഭിക്കുന്നുണ്ട്. ചന്ദ്രകർമ്മയിൽ വരുന്നതാണ് ഭക്ഷണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അക്ഷയപാത്രം ലഭിക്കുന്നുണ്ട്. ആ അക്ഷയപാത്രത്തിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടതായിട്ട് ദ്രൗപദിക്ക് വന്നിട്ടുണ്ട്. ദുർവാസാവ് മുനി അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ആ അക്ഷയപാത്രത്തിന്റെ സവിശേഷത എന്താണ്? അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിലൊന്നും തന്നെ അന്നത്തെ ദിവസം ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ദ്രൗപദിയും ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം കമഴ്ത്തി വെക്കുകയാണ്. പിന്നെ അടുത്ത ദിവസമേ അതിൽ നിന്ന് ഭക്ഷണം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴാണ് ദുർവാസാവിന്റെയും ശിഷ്യന്മാരുടെയും വരവ്. ദ്രൗപദി ശരിക്കും പേടിച്ചു. കാരണം ഇനി അതിൽ നിന്ന് ഭക്ഷണം കിട്ടില്ല. അവർ വനത്തിലാണ് താമസിക്കുന്നത്. മര്യാദയായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവരുടെ ശാപത്തിന് ഇരയാകുമെന്ന് ഭയന്ന് കൃഷ്ണനിൽ അഭയം പ്രാപിക്കുകയാണ്. കൃഷ്ണന്റെ ആ ഭക്തി, ദ്രൗപദിയുടെ ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നത്. കുന്തിദേവി ഇങ്ങനെ പറയുമ്പോഴും യുധിഷ്ഠിരൻ ആയില്യ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ യുധിഷ്ഠിരനാണ് ഇത് പറയുന്നത്, അമ്മ തീർച്ചയായിട്ടും അമ്മയുടെ വാക്കുകൾ കേൾക്കണമെന്ന്. അതുകൊണ്ട് 5 പേരും വിവാഹം ചെയ്യണമെന്ന് ആദ്യമായി സ്വരം ഉയർത്തുന്നതും യുധിഷ്ഠിരനാണ്. അപ്പോൾ ആയില്യം എന്ന് പറയുന്നത് കർക്കടക രാശിയിലുള്ളത് കൊണ്ട് അതും ദ്രൗപദിക്കൊരു വിനയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ നാം ഓരോ ക്യാരക്ടേഴ്സിനെയും, മഹാഭാരതത്തിലെ ഓരോ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോഴും നമുക്ക് ആ കർമ്മയുമായിട്ട് എത്ര കണക്ഷൻ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ചന്ദ്രകർമ്മയിൽ വരാനുള്ള ജോലികൾ എന്തൊക്കെയാണ്, രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.